അപ്പോൾ നമ്മൾ ഹക്കെൽസ് റൂൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലോ എന്ന് പറയാൻ അതിന് 4 കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണെങ്കിൽ അത് അരോമാറ്റിക് ആണ്. ഓക്കെ, ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആവണമെങ്കിൽ അത് 4 കണ്ടീഷൻ ഫോളോ ചെയ്യണം. അപ്പോൾ ഒരു അരോമാറ്റിസിറ്റിയുടെ റിക്വയർമെന്റ് എന്താന്ന് 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഞാൻ ഇപ്പോൾ ബോക്സിലാക്കിയ കാര്യമാണ് അവിടെ എഴുതേണ്ടത്. ഇനിയിപ്പോൾ ഇതൊരു 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയിട്ട് അതിലുള്ള ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് എക്സാമ്പിൾ. അപ്പോൾ റിക്വയർമെന്റ് ഫോർ അരോമാറ്റിസിറ്റി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ, ആ ഒരു കോമ്പൗണ്ട് സൈക്ലിക് ആയിരിക്കണം, സൈക്ലിക് സ്ട്രക്ചർ ആയിരിക്കണം. രണ്ടാമത്തെ റിക്വയർമെന്റ് പ്ലാനാർ ആയിരിക്കണം. പ്ലാനാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു മോളിക്യൂളിനെ നമ്മളൊരു ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ആ ടേബിളിന്റെ മുകളിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച പോലെ, അല്ലെ ബെഡിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അത് അവിടെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച പോലെ ആ ഒരു പ്ലെയിനിൽ തന്നെ ഇങ്ങനെ കിടക്കണം. പ്രൊജക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ അതിലുള്ള ഹൈഡ്രജനും, ഇപ്പോൾ ഒരു ബെൻസീൻ ആണെങ്കിൽ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒരു സെയിം പ്ലെയിനിൽ ഇങ്ങനെ കിടക്കണം. ഹൈഡ്രജൻ മുകളിലേക്കും താഴേക്കും ഉന്തും താഴും പ്രൊജക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് പ്ലാനാർ എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ 2 ഡയമെൻഷനൽ ആയിരിക്കണം. ഓക്കെ, അതാണ് പ്ലാനാർ. സാധാരണ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റം പ്ലാനാർ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മുമ്പ്, അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ കോൺജുഗേറ്റഡ് ആയിരിക്കണം. കോൺജുഗേറ്റഡ് എന്ന് വെച്ചാൽ അൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെയുള്ള മെയിൻ കണ്ടീഷൻ. അതായത് ആദ്യം ഒരു ഡബിൾ ബോണ്ട്, പിന്നെ ഒരു സിംഗിൾ ബോണ്ട്, പിന്നെ വീണ്ടും ഡബിൾ ബോണ്ട്, ഇങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജും പരിഗണിക്കും. അത് അതിൻ്റെ കേസിൽ ആ ഒരു ഭാഗത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ അൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് വരുമ്പോൾ ഇതിന് ഡീലോക്കലൈസേഷൻ പോസിബിളാണ്. ഓക്കെ, അൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് വരണം. അപ്പോൾ അതാണ് അടുത്ത കണ്ടീഷൻ. പിന്നെ ലാസ്റ്റ് ആണ് ഹക്കെൽസ് റൂൾ ഒബേ ചെയ്യണം. ഓക്കെ, ഷുഡ് ഒബേ ഹക്കെൽസ് റൂൾ. അപ്പോൾ ഹക്കെൽസ് റൂൾ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 കണ്ടീഷൻ ഒരു കോമ്പൗണ്ട് ഫോളോ ചെയ്താൽ അത് അരോമാറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ എങ്ങനെയാണ് നമുക്ക് അരോമാറ്റിക് ആണോ ഇല്ലയോ നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കോമ്പൗണ്ട് നിങ്ങൾ നോക്കിയേ, ഇതാണ് സൈക്ലോപ്രൊപ്പീൻ. സൈക്ലോപ്രൊപ്പീൻ ആണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവില്ല, അതിൽ നമ്മൾ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് അപ്പോൾ സൈക്ലോപ്രൊപ്പീൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളെ സിലബസിൽ മുഴുവനായിട്ടുള്ള എല്ലാ കോമ്പൗണ്ട്സും സ്ട്രക്ചർ ആൻഡ് യൂസസ് പറയുന്ന 3 യൂണിറ്റിൽ 3 ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം പിടിച്ച് നമ്മൾ ഒരൊറ്റൊരു ക്ലാസ് ആയിട്ടാണ് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഓരോ ചാപ്റ്ററും പരതിയിട്ട് എവിടെയാ സ്ട്രക്ചർ ഉള്ളതെന്ന് നോക്കിയിട്ട് ബുദ്ധിമുട്ടണ്ട. ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിൻ്റെ സ്ട്രക്ചർ യൂസും പഠിച്ചിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ എല്ലാം പഠിച്ചു പോവാം. അതിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വീണ്ടും ലാസ്റ്റ് ടൈമിൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾ പേടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്നുള്ള ആ ഒരു ഹറിബറിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ യൂണിറ്റ് 1 ഏതൊക്കെ കോമ്പൗണ്ട്സാണ് പറയുന്നത്, DDT, സാക്കറിൻ, ബെൻസിൻ ഹെക്സാക്ലോറൈഡ്, അതുപോലെ ക്ലോറമിൻ. ഈ 4 കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ ആൻഡ് യൂസ് നമുക്ക് പഠിക്കണം. യൂണിറ്റ് 2 ഫീനോള്, ക്രെസോള്, റെസോർസിനോള്, നാഫ്തോൾസ്. നാഫ്തോൾസ് എന്ന് പറയുമ്പോൾ അവിടെ 2 കോമ്പൗണ്ട് വരുന്നുണ്ട്, ആൽഫ നാഫ്തോളും ബീറ്റ നാഫ്തോളും. ഇനി മൂന്നാമത്തേതാണെങ്കിൽ പിന്നെ യൂണിറ്റ് 4 ഓക്കെ, അതിലെന്താ പറയുന്നത്, മെഡിസിനൽ യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഓഫ് നാഫ്തലിൻ, ഫിനാൻഡ്രിൻ, ആന്ത്രസിൻ, ഡൈഫിനൽ മീഥേൻ ആൻഡ് ട്രൈഫിനൽ മീഥേൻ. ഇത് പോളിന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ് ആണ്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിന്റെ ബേസിക് ന്യൂക്ലിയസ് ഉള്ള ഡ്രഗ്സിന്റെ യൂസസ് നമുക്ക് നോക്കണ്ടേ. ഇപ്പൊ നാഫ്തലിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, നാഫ്തലിൻ എന്നുള്ള സ്ട്രക്ചർ നാപ്രോക്സൻ എന്ന് പറഞ്ഞ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിലുണ്ട്. അതേപോലെ കുറച്ച് ഡ്രഗ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സൈക്ലോ ആൽക്കേൻസിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു തിയറി കൊണ്ടുവന്നത് ബയേഴ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ്. ഓക്കെ, ബയേഴ്സ് ട്രെയിൻ തിയറി നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഈ ഒരു തിയറി എന്ന് പറയുന്നത് സൈക്ലോപ്രൊപ്പൈനും സൈക്ലോബ്യൂട്ടൈനും മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, ഹയർ മെമ്പേഴ്സിന് അപ്ലിക്കബിൾ അല്ല, കാരണം ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറിയുടെ അസംഷൻ എന്താ, ബയർ എന്താണ് അസ്യൂം ചെയ്തത്, ബയർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ബേസിൽ ആണ് തിയറി പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ കാർബൺ ആറ്റം നമുക്ക് എല്ലാം അറിയാം. കാർബൺ ആറ്റം എന്ന് വെച്ചാൽ അത് ടെട്രാഹെഡ്രൽ ജോമെട്രിയിലാണ് നിൽക്കുന്നത്. അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് വെച്ചാൽ 150 ഡിഗ്രി 28 മിനിറ്റ് ആണ്. 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് ബോണ്ട് ആംഗിൾ. ടെട്രാഹെഡ്രൽ ആംഗിൾ ആണ് അത്. ഓക്കെ, അത് ആംഗിൾ ബിറ്റ്വീൻ 2 ബോണ്ട്. സാധാരണ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബണിന്റെ
ടെട്രാഹൈഡ്രൽ ജോമെട്രിയാണ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എനി ഡീവിയേഷൻ ഫ്രം ദിസ് നോർമൽ ടെട്രാഹൈഡ്രൽ ആംഗിൾ വിൽ ഇൻഡ്യൂസ് എ certain amount of strain in the molecule called angle strain or ring strain. അതായത് ഒരു കാർബണിൽ നമുക്കറിയാം sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബണിൽ ടെട്രാഹൈഡ്രൽ ജോമെട്രിയാണ്. അപ്പോൾ അതിലുള്ള ആംഗിൾ വരിക 109 ഡിഗ്രി 28 മിനിറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ, ഈ ഒരു ആംഗിളിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ ആ ഒരു വ്യത്യാസം കാരണം അവിടെ ഒരു സ്ട്രെയിൻ രൂപപ്പെടും. ഓക്കെ, സ്ട്രെയിൻ എന്ന് വെച്ചാൽ അവിടെ ഒരു എന്താ പറയുക, ഒരു വലിവ് നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ഉദ്ദേശം തന്നെ ആ ഒരു മോളിക്യൂളിന് ഒരു കഷ്ടപ്പെട്ടാവും അങ്ങനെ ഒരു ജോമെട്രിയിൽ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടുക ഒരു 150 ഡിഗ്രി 28 മിനിറ്റ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ അത് കുറച്ചൊരു സ്ട്രെയിൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പം നമ്മളൊരു റബ്ബറൊക്കെ ഇലാസ്റ്റിസിറ്റി നോക്കില്ല, നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചാൽ അത് ഡിസ്റ്റർബ്ഡ് അല്ലേ, നമ്മളത് വിട്ടാൽ തിരിച്ച് പെട്ടെന്ന് റബ്ബർ തിരിച്ചു പോകുമല്ലോ. അതായത് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ നമുക്കൊരു ഫോഴ്സ് ഫീൽ ചെയ്യില്ല. അതായത് നമ്മൾ അതൊന്ന് കുറച്ച് ലൂസാക്കിയാൽ തന്നെ അതിങ്ങനെ നമ്മളെ കൈ തിരിച്ച് നോർമൽ പൊസിഷൻ ആവാൻ നോക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബയർ എന്താണ് അസ്യൂം ചെയ്തത്? എല്ലാ സൈക്ലോ ആൽക്കെയിൻസും പ്ലാനാർ സ്ട്രക്ചറാണ്. നമ്മൾ പ്ലാനാർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വെച്ചാൽ അത് അവിടെ ഇങ്ങനെ പരന്ന് കിടക്കും, അതിന് ഉന്തലും തള്ളലും പ്രൊജക്ഷനും ഒന്നും ഉണ്ടാവില്ല, അതിലുള്ള എല്ലാ ആറ്റംസും ആ ഒരു ടേബിളിൽ ഇങ്ങനെ ലെവലായിട്ട് നിൽക്കും. ഓക്കെ, അങ്ങനത്തെ സ്ട്രക്ചറാണെന്നാണ് ബയർ അസ്യൂം ചെയ്തത്, ബയർ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ഓരോ സൈക്ലോ ആൽക്കെയിനും ബോണ്ട് ആംഗിൾ നോക്കുമ്പോൾ സൈക്ലോ പ്രൊപ്പൈൻ നോക്കുകയാണെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ വരക്കുക, അപ്പോൾ ഒരു എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ആംഗിൾ എത്രയാണ് വരിക? 60 ഡിഗ്രി. പിന്നെ സൈക്ലോ ബ്യൂട്ടൈൻ ആണെങ്കിലോ 90 ഡിഗ്രി. ഇനി സൈക്ലോ പെൻറ്റൈൻ ആണെങ്കിൽ 108, സൈക്ലോ എക്സൈൻ ആണെങ്കിൽ 120. ഇത് പ്ലാനാർ സ്ട്രക്ചർ ആകുമ്പോൾ ഇങ്ങനെ ബോണ്ട് ആംഗിൾ വരാൻ പോസിബിൾ ഉള്ളൂ. നമ്മൾ ഫീനോളിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം അസിഡിറ്റി ഓഫ് ഫീനോൾ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ബേസിറ്റി, പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഒരു സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ എഫക്റ്റ്. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലീനിൽ ആ ഒരു ഓൾറെഡി അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ ആ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിങ് ആണോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണോ? ഇലക്ട്രോൺ റിലീസിങ്ങിനെ നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എന്ന് കൂടെ പറയും. റിലീസിംഗ് എന്ന് വെച്ചാൽ ആ ഒരു റിങ്ങിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾ, ഡൊണേറ്റ് ചെയ്യാന്ന് വെച്ചാലും കൊടുക്കുന്ന ആൾ. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണോ എന്നതിൻ്റെ ബേസിൽ ബേസിസിറ്റി കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. നമ്മൾ എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഓൺ ആസിഡിറ്റി ഓഫ് ഫീനോൾ പഠിച്ചു. അതിൻ്റെ ഒപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. ഫീനോളിൻ്റെ കേസിലാണെങ്കിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആസിഡിറ്റി കൂട്ടും നമ്മൾ കണ്ടു, വിത്ത് പ്രൂഫ് നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അമീൻസിൻ്റെ കേസിൽ, ഈ ഒരു അനിലിൻ്റെ കേസിലാണെങ്കിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ബേസിസിറ്റി കുറയ്ക്കുക ചെയ്യുക. ഫീനോളിൽ അസിഡിറ്റി കൂട്ടുന്ന ആൾ അമീൻസിൽ ബേസിസിറ്റി കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് പറഞ്ഞത്. അപ്പോൾ ഈ ഫാറ്റ് എന്ന് ഓയിൽ എന്ന് കേൾക്കുമ്പോൾ മൈൻഡിൽ ആദ്യം എന്താ വരുന്നത്? നമ്മളെ പശുവിൻ്റെ നെയ്യൊക്കെ വരും. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെ കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതന്നെ നമുക്കിവിടെ പഠിക്കാനുള്ള അതിൻ്റെ കെമിസ്ട്രി പാർട്ട്. ഈ ഫാറ്റിൽ ഓയിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണുള്ളത്, അതിൻ്റെ ഗ്രേഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, അത് ശുദ്ധമായതാണോ അല്ലെങ്കിൽ നല്ല ഗുഡ് ഗ്രേഡ് ആണോ അല്ല ചീത്തയായിട്ടുണ്ടോ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിന് അനലിറ്റിക്കൽ കോൺസ്റ്റാൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഫാറ്റ് ഓയിലിൽ തരുന്ന റിയാക്ഷൻ എന്തൊക്കെയാണ്, പിന്നെ ഈ ഫാറ്റ് ഓയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ളത്. ഈ ഫാറ്റ് എന്ന് പറഞ്ഞാലും ഓയിൽ എന്ന് പറഞ്ഞാലും അതിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് സെയിം ആണ്. അതായത് അത് ട്രൈ എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോളാണ്. ഗ്ലിസറോളിൻ്റെ ട്രൈ എസ്റ്റർ ആണ്. നമുക്ക് ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. CH2OH, CHOH, CH2OH. അതായത് 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, 3 OH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 OH ഗ്രൂപ്പിലും നമ്മൾ ഓരോ ഫാറ്റി ആസിഡിനെ അറ്റാച്ച് ചെയ്യണം. ആക്ച്വലി ഫാറ്റി ആസിഡ് എന്ന് വെച്ചാൽ നമ്മൾ കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്, മോണോ കാർബോക്സിലിക് ആസിഡ്. നമുക്കറിയാം മോണോ കാർബോക്സിലിക് ആസിഡിൻ്റെ എക്സാമ്പിൾ ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ്. പക്ഷേ ഈ ലോ നമ്പറുള്ള 2, 3, 4 കാർബണുള്ള കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ഫാറ്റി ആസിഡായിട്ട് പറയൂല, കാരണം അത് ഫാറ്റിൽ പ്രസൻ്റ് ഇല്ല. ഈ ഫാറ്റിലും ഓയിലിലും പ്രസൻ്റ് ഉള്ള കാർബോക്സിലിക് ആസിഡാണ് ഫാറ്റി ആസിഡ്. അത് ഹൈ നമ്പർ ഓഫ് കാർബൺ, ഒരു 12, 13, 14 ഒക്കെ കാർബൺ ആറ്റുള്ള കാർബോക്സിലിക് ആസിഡാണ് ഫാറ്റിൽ ഓയിലുള്ള. അപ്പോൾ ഈ ഒരു ഗ്ലിസറോളിനെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നടത്തും ഇൻ പ്രസൻസ് ഓഫ് ഫാറ്റി ആസിഡ്. അപ്പോൾ അത് അതിൻ്റെ എസ്റ്റർ ഫോം ചെയ്യും. ഗ്ലിസറോൾ ആൽക്കഹോളാണ്, ഫാറ്റി ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിൻ്റെ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയും കാര്യം അതിൽ 3 OH ഗ്രൂപ്പ് ഉണ്ട്. ഓരോ OHലും ഈ ഒരു ആസിഡ് വന്നിട്ട് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ട് അങ്ങനെ ട്രൈ ഗ്ലിസറൈഡ് ആയിട്ട് മാറും.
അപ്പോൾ ഈ ഫാറ്റും ഓയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാറ്റ് എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ട്, അപ്പോൾ ഓർമ്മിച്ചേക്ക് നമ്മൾ പശുവിൻ നെയ്യ് എന്ന് പറയൂലേ അതൊക്കെ നമ്മൾ ഫാറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്ന. എന്നാൽ ഓയിലാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ, റൂം ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അറൗണ്ട് 20°C ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള റീസൺ എന്താ, അതാണ് അടുത്ത പറയാൻ പോകുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഓഫ് ഫീനോൾ ആണ്. ഇപ്പോൾ ഫീനോളിൻ്റെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് അവിടെ ഒത്തിരി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് എളുപ്പമുള്ള രണ്ടെണ്ണം നമുക്ക് പഠിക്കാം വിത്ത് ആ ഒരു റിയാക്ഷൻ. ഓക്കെ, വിത്ത് റിയാക്ഷൻ തന്നെ നിങ്ങൾ എക്സാമിന് എഴുതണം. കാരണം ഇത് 5 മാർക്കിനൊക്കെ കമ്പൈൻ ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് വെറും ആ ഒരു റിയാക്ഷൻ ഇന്നത് നടക്കും നമ്മൾ എഴുതിയാൽ സ്കോർ കിട്ടില്ല. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കൂടെ എഴുതണം. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള 2 ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് ആണ്.